നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. 10 വർഷത്തെ BJP ഭരണത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യമായി ഇന്ത്യ മാറിയെന്ന് ഫോറം ഫോർ ഡെമോക്രസി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭൂനിയമ ഭേദഗതി ബില്ലിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ഇടുക്കി ജനത തിരിച്ചറിയണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റ് വേഗത്തിൽ യാഥാർത്ഥ്യമാകണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൊടുപുഴയിൽ വീട്ടിൽ നിന്നും വോട്ട് ഹോം വോട്ടിംഗ് ആരംഭിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാരും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരും അവരവരുടെ വീട്ടുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന പദ്ധതിയാണ് ഇത്. വാർത്തകൾ വിശദമായി. 10 വർഷത്തെ BJP ഭരണത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യമായി ഇന്ത്യ മാറിയെന്ന് ഫോറം ഫോർ ഡെമോക്രസി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF വിജയിക്കണമെന്നും ഇതിന്റെ ഭാഗമായി ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്നും അവർ അറിയിച്ചു. ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഏപ്രിൽ 19-ന് തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ ബോധവൽക്കരണ ഉപവാസ സത്യാഗ്രഹം നടത്തുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. BJP ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്നും ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യമായി ഇന്ത്യ മാറിയെന്നും ഫോറം ഫോർ ഡെമോക്രസി ജുഡീഷ്യറിയെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CBI, ED, കസ്റ്റംസ്, ഇൻകം ടാക്സ് എന്നിവ കേന്ദ്ര ഗവൺമെന്റിന്റെ പോഷക സംഘടനകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ ശതകോടീശ്വരന്മാരുടെ സമ്പത്തിൽ മാത്രമാണ് വർധനവുണ്ടായിരിക്കുന്നത്. കൂടാതെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള നാടായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇതിനിടയിൽ ഇന്ത്യ സൂപ്പർ പവർ ആയിരിക്കുന്നുവെന്ന കള്ളക്കഥ പ്രചരിപ്പിച്ച് നടക്കുകയാണ് മോദിയെന്നും ഇവർ ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യയുടെ നിലനിൽപ്പ് അപകടത്തിലാകും. ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിലൂടെ മാത്രമേ രാജ്യത്തെ ഭരണഘടനയും മതനിരപേക്ഷ ജനാധിപത്യ വ്യവസ്ഥയും സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. കേരളം അടക്കമുള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ തമ്മിൽ മത്സരം നടക്കുന്നുണ്ട്. കേരളത്തിൽ UDFും CPMും തമ്മിലാണ് മത്സരം. BJP 3-ാം സ്ഥാനത്ത് മാത്രമാണ്. മതനിരപേക്ഷ കക്ഷികൾ നേടുന്ന സീറ്റിന്റെ എണ്ണത്തെ ആശ്രയിച്ചാണ് ജനാധിപത്യ ഗവൺമെന്റിന്റെ രൂപീകരണം നടക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ UDFന് കിട്ടുന്ന സീറ്റുകൾ വളരെ നിർണായകമാണ്. ഇക്കാരണം കൊണ്ട് തന്നെയാണ് ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന് പിന്തുണ നൽകിയതെന്ന് ഫോറം ഫോർ ഡെമോക്രസി അറിയിച്ചു. ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏപ്രിൽ 19-ന് തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ ബോധവൽക്കരണ ഉപവാസ സത്യാഗ്രഹം നടത്തുമെന്നും സംഘടന വ്യക്തമാക്കി. ബോധവൽക്കരണ ഉപവാസ സത്യാഗ്രഹത്തിൽ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്നും അവർ അറിയിച്ചു. ഭരണസംസ്ഥാനത്തെ ആകെ ഹിന്ദുത്വവൽക്കരിക്കുകയും ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുകയുമാണ് RSS BJP ഭരണത്തിന് കീഴിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിമാരെയും പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെയും കള്ളക്കേസിൽ കൊടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലടച്ചു. പ്രതിപക്ഷ പാർട്ടികളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. പ്രവർത്തനങ്ങളെ തടയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പ്രതിപക്ഷ MPമാരെ പാർലമെന്റിൽ പുറത്താക്കുക, ചർച്ച നടത്താൻ അനുവദിക്കാതെ ബില്ലുകൾ പാസ്സാക്കുക, പ്രതിപക്ഷ പാർട്ടികളുടെ ജനപ്രതിനിധികളെ ഭീഷണിപ്പെടുത്തിയും വിലക്കെടുത്തും കൂടുമാറ്റി സംസ്ഥാന സർക്കാരുകളെ തകർക്കുക, പ്രതിപക്ഷ പാർട്ടികൾ നയിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ സാമ്പത്തികമായി ഞെരുക്കുക തുടങ്ങിയ ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നടപടികളാണ് തുടർച്ചയായി സ്വീകരിച്ചു പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മതിയായ ഭൂരിപക്ഷം കിട്ടിയാൽ രാജ്യത്തിന് ഒരു പുതിയ ഭരണഘടന കൊണ്ടുവരാനും ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു പാർട്ടി, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു നേതാവ് എന്നീ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനുമാണ് RSS BJP ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മോദി അധികാരത്തിൽ വന്നത്. എന്നാൽ 10 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ ഫലമായി രാജ്യത്ത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, പട്ടിണി എന്നിവയെല്ലാം വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യമായി ഇന്ത്യ മാറി എന്നതാണ് സത്യം. മോദിയാകട്ടെ ഇന്ത്യ സൂപ്പർ പവർ ആയിരിക്കുന്നു എന്ന കള്ളക്കഥയാണ് പ്രചരിപ്പിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ RSS BJP ശക്തികളെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ കഴിയാതെ വന്നാൽ ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. തൊടുപുഴയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ ഫോറം ഫോർ ഡെമോക്രസി പ്രസിഡന്റ് PM മാനുവൽ, അഡ്വക്കേറ്റ് ജോസ് ജോസഫ്, അഡ്വക്കേറ്റ് ജോസ് പാലിയത്ത്, ഡോക്ടർ TA ബാബു, MC മാത്യു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
സ്വീപ് കോട്ടയത്തിന്റെ നേതൃത്വത്തിൽ ബൂത്ത് ദത്തെടുക്കൽ പദ്ധതിയുടെ ഭാഗമായി പാലാ നിയോജക മണ്ഡലത്തിലെ മേലുകാവിലെ 39-42 ബൂത്തുകളിലെ മുതിർന്ന വോട്ടർമാരായ ജോർജ് കുടിയാറ്റിൽ, കള്ളിക്കൽ ഹെസക്കിയൽ എന്നിവരെ മേലുകാവ് CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ആദരിച്ചു. മജീഷ്യൻ PM മിത്ര സ്വീപ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ വിപിൻ K വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഗതാഗതയോഗ്യമായ വഴി, കുടിവെള്ളം എന്നിവ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ വോട്ട് ബഹിഷ്കരണം നടത്തിയതിനാൽ 2019 ഈ വാർഡുകളിൽ വോട്ടിംഗ് കുറഞ്ഞിരുന്നു. 77%, 66% എന്നീ ദേശീയ സംസ്ഥാന ശരാശരിയിൽ നിന്നും ഇത്തവണ 54%, 52%, വോട്ടിംഗ് കുറഞ്ഞതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് ജില്ലാ ഭരണകൂടം സ്വീപ് പ്രോജക്ട് നടത്തിയത്. സ്വീപ് കോട്ടയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബൂത്ത് ദത്തെടുക്കൽ പദ്ധതിയുടെ ഭാഗമായി പാലാ നിയോജക മണ്ഡലത്തിലെ മേലുകാവിലെ 39-42 ബൂത്തുകളിലെ മുതിർന്ന വോട്ടർമാരായ ജോർജ് കുടിയാറ്റിൽ, കള്ളിക്കൽ ഹെസക്കിയൽ എന്നിവരെ മേലുകാവ് CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു. മജീഷ്യൻ PM മിത്ര സ്വീപ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 3 വിഭാഗത്തിലുള്ള ആൾക്കാരാണ് മൊത്തം ലോകത്തിലുള്ളത്. അതായത് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു വിഭാഗം, ഏറ്റവും കൂടിയ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഏറ്റവും സമ്പന്നതയിൽ കഴിയുന്ന ഒരു വിഭാഗം. അപ്പോൾ ഞാനിവിടെ ഇവർ 3 പേരെ ഇവിടെ അവരുടെ ഒരു സിംബോളിക്കാണ് അവർ 3 പേരെ ഞാൻ ഇവിടെ ഒന്ന് പ്രതികരിക്കുകയാണ്. എൻ്റെ വിശ്വസിക്കുന്ന ഈ ചെറിയ റോപ്പ് ദാരിദ്ര്യ വിഭാഗത്തിൽ ദരിദ്രരായ വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ റോപ്പ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടാമത് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് അതായത് മിഡിൽ ക്ലാസ് ഫാമിലികൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ദാരിദ്ര്യമൊന്നുമില്ല, നന്നായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്ന സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ ഉള്ള രണ്ടാമത്തെ ഒരു വിഭാഗം. മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ റോപ്പ് എന്ന് പറയുന്നത് സമ്പന്നരെ പ്രതിനിധീകരിക്കുന്ന ഒരു റോപ്പാണ്. അതായത് ദരിദ്ര വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്ന്, മിഡിൽ ക്ലാസ്സിനെ പ്രതിനിധീകരിക്കുന്ന മറ്റൊന്ന്, ഏറ്റവും സമ്പന്ന വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന മറ്റൊരു റോപ്പ്. നമുക്ക് തുല്യമായിട്ട് നീതി ലഭിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുക, അതായത് ദരിദ്രരെ ഉദ്ധരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുക, ഇതാണ് മുഖ്യമായിട്ടും നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. അപ്പോൾ ഈ ലക്ഷ്യത്തോടുകൂടി ഇപ്രാവശ്യം ജനങ്ങളെല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് 100% പോളിംഗ് നടത്തുക, നല്ലൊരു ഗവൺമെൻറ്റിനെ ഇങ്ങനെ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ വോട്ടിങ്ങിൻ്റെ തലേ ദിവസം ഇവർ 3 പേരും ഒരു ചെറിയ മധ്യാഹ്നം ഇങ്ങനെ ഇവർ ചെറിയ നിദ്രയിലേക്ക് പോവുകയാണ്. 3 പേരും ഇപ്പോൾ നല്ല ഗാഢമായ നിദ്രയിൽ ഇങ്ങനെ കഴിയുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം വോട്ടിംഗ് ആണ്. വോട്ടിംഗ് കഴിഞ്ഞു, ഇനി അതിൻ്റെ റിസൾട്ട് വരികയാണ്. അപ്പം 100% പോളിംഗ് ചെയ്തു, ആലോചിച്ച് നല്ല കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുത്ത് വിട്ടു. നല്ലൊരു ഭരണകൂടം അവിടെ ഉണ്ടായിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയുവാൻ എൻ്റെ കയ്യിലേക്ക് നോക്കുക. ഈ റോപ്പുകളുടെ നീളം ഇങ്ങനെ കൂടിയും കുറഞ്ഞും വന്ന് ഈക്വാലിറ്റിയിലേക്ക് ഈ റോപ്പുകൾ മാറി തുല്യതയിലേക്ക് മാറ്റപ്പെട്ട ഒരു ഗവൺമെൻറ് അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മാജിക് അവതരണത്തിലൂടെ സന്ദേശം നൽകി. ഇത്തവണ ജനപ്രതിനിധികൾ റോഡ് ജല പദ്ധതികൾ പൂർത്തീകരിച്ചതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം ഉയരുമെന്ന് കരുതുന്നതായി അധികൃതർ വ്യക്തമാക്കി. കുട്ടികളായ വൈഗ ആനന്ദ്, സിദ്ധാർത്ഥ് വിഷ്ണു എന്നിവരെ പങ്കെടുപ്പിച്ച് വോട്ടർ കുഞ്ഞച്ചൻ എന്ന പ്രചാരണ സൈൻ ബോർഡ് പ്രദർശിപ്പിച്ചു. തുടർന്ന് സമ്മതിദാന പ്രതിജ്ഞയെടുത്തു. ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ വിപിൻ K വർഗീസ് അധ്യക്ഷത വഹിച്ചു. ബൂത്ത് കോർഡിനേറ്റർമാരായ തോമസ്, അനിൽകുമാർ KS, അഖിൽ JS, ജീനാമോൾ CA, ജെയ്സൺ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മേലുകാവ്. ഭൂനിയമ ഭേദഗതി ബില്ലിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ഇടുക്കി ജനത തിരിച്ചറിയണമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഇടുക്കി പാർലമെന്റ് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് കഞ്ഞിക്കുഴിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF കഞ്ഞിക്കുഴി മണ്ഡലം കൺവീനർ സേവ്യർ തോമസ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഭൂനിയമ ഭേദഗതി ബില്ല് തടഞ്ഞുവെച്ചത് ഗവർണർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണെന്ന് മന്ത്രി K രാജൻ. അതിന് കുടപിടിക്കുന്ന കോൺഗ്രസ് ജില്ലയിലെ ജനങ്ങളെ ചതിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി പാർലമെന്റ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കഞ്ഞിക്കുഴിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കിയിലെ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടെങ്കിൽ കേരളത്തിലെ ഭൂപതിവ് നിയമത്തിന്റെ ഭേദഗതി ഗവർണർ ഒപ്പിടാത്ത നടപടിക്കെതിരെ നാട്ടിലൊരു കൊച്ചു പ്രകടനം പോലും നടത്താത്ത പാർട്ടിക്ക് ഒരു പേരുള്ളൂ ഈ കേരളത്തിൽ. ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചറിയില്ലേ? എന്തേ കോൺഗ്രസിന് അഭിപ്രായമില്ലാത്തത്? ഇത് ഇപ്പൊ തുടങ്ങിയതാണ്. നമ്മുടെ രാജ്യത്ത് അതിഭീകരമായ പ്രളയം ഉണ്ടായി.
ഇന്ത്യയിൽ വെച്ച് ഏറ്റവും ഭീകരമായ പ്രളയത്തിൽ കേരളം അലയടിച്ചു. 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ പ്രളയം കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യന്റെ വീട് തകർന്നു, പാലം തകർന്നു, അംഗനവാടി തകർന്നു, സ്കൂൾ തകർന്നു, വഴി തകർന്നു. മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ 30,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായപ്പോ കേരളത്തെ ഒറ്റപ്പെടുത്താനല്ലേ കേന്ദ്ര ഗവൺമെന്റ് പരിശ്രമിച്ചത്. LDF കഞ്ഞിക്കുഴി മണ്ഡലം കൺവീനർ സേവ്യർ തോമസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മുൻ MLA PP സുലൈമാൻ റാവുത്തർ മുഖ്യപ്രഭാഷണം നടത്തി. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒന്നായി അണിനിരക്കണം, ഒരുമിച്ച് മുൻപോട്ട് പോകണം അഭ്യർത്ഥിച്ചപ്പോൾ ആ അഭ്യർത്ഥന ഞാൻ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിർത്തുന്നത്. ശ്രീധരൻ നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത, നമ്മുടെ മനസ്സിൽ നടുക്കമുളവാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ മുൻപോട്ട്. LDF നേതാക്കളായ K സലിംകുമാർ, CU ജോയ്, റോമിയോ സെബാസ്റ്റ്യൻ, ജോർജ് അഗസ്റ്റിൻ, സിനോജ് വള്ളാടി, ജോസ് കുഴികണ്ടം, പോൾസൺ മാത്യു, എബിൻ ജോസഫ്, ശശി കന്യാലിൽ എന്നിവർ പ്രസംഗിച്ചു. നൂറുകണക്കിന് LDF പ്രവർത്തകർ പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDFന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുതിർന്ന നേതാക്കളെ മണ്ഡലത്തിലെത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കുകയാണ് LDF. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു LDFന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ പൊതുയോഗം സംഘടിപ്പിച്ചത്. വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്രസക്തമായി. ആര് ഏറ്റവും വലിയ കക്ഷിയാകും? ഇപ്പൊ കോൺഗ്രസുകാർ പോലും വിശ്വസിക്കുന്നില്ല ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറുമെന്ന് അവർ വിശ്വസിക്കുകയില്ല. ആദ്യത്തെ 5 സംസ്ഥാനങ്ങൾ അവരില്ല. ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങൾക്കകത്ത് അല്ലെങ്കിൽ 2.25 സംസ്ഥാനത്തിനകത്ത് മാത്രം അധികാരത്തിലൊരു പാർട്ടി. ആ പാർട്ടി BJP മാറ്റിനിർത്തുന്ന സംവിധാനത്തിൽ പല പാർട്ടികളിൽ ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ മാറ്റാൻ ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറട്ടെ എന്ന് കരുതി വോട്ട് ചെയ്ത് അബദ്ധത്തിൽപ്പെട്ട ആളുകൾ ഇത്തവണ അബദ്ധത്തിൽ ചാടരുത്. രണ്ടാമത്തെ പ്രശ്നം, ഇവിടുന്ന് വിട്ടാൽ അവിടെ ചെല്ലുമ്പോ ഇവിടുന്ന് പോയ പോലെ തന്നെ നിൽക്കുമോ? എന്നുവെച്ചാൽ BJPയെ പരാജയപ്പെടുത്താൻ വോട്ട് ചെയ്ത് അങ്ങോട്ട് അയച്ചാൽ അവിടെ ചെല്ലുമ്പോ BJPയായി മാറില്ല എന്ന് ഉറപ്പുണ്ടോ? ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ വോട്ടാണ്. ഭരണഘടനാ അസംബ്ലിക്കൊക്കെ അംബേദ്കർ പറഞ്ഞു, നമ്മൾ ജനാധിപത്യത്തിൽ തുല്യതയിലേക്ക് കിടക്കുകയാണ്. ഒരാൾക്ക് ഒരു വോട്ട്, ഒരു വോട്ടിന് ഒരേ മൂല്യം. ഇന്ന മതത്തിൽപ്പെട്ട ആളുടെ വോട്ടിന് ഇത്ര മൂല്യം, മറ്റു മതത്തിൽപ്പെട്ട ആളുടെ വോട്ടിന് ഇത്ര മൂല്യം, അല്ലെങ്കിൽ ഇത്ര നികുതി അടയ്ക്കുന്ന ആൾക്ക് ഇത്ര മൂല്യം എന്നല്ല. എല്ലാ മനുഷ്യർക്കും ജനാധിപത്യത്തിനകത്ത് അവർ രേഖപ്പെടുത്തുന്ന വോട്ടിന് തുല്യമായ മൂല്യമാണ്. ആ ജനാധിപത്യം അങ്ങനെ തന്നെ തുടരുമോ? 5 കൊല്ലം കൂടുമ്പോഴുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇങ്ങനെ തന്നെ തുടരാനിടയുണ്ടോ? ഈ ഗൗരവമായ ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഉയരുകയാണ്. അടിമാലി ഹിൽഫോർട്ട് ജംഗ്ഷനിലായിരുന്നു യോഗം നടന്നത്. യോഗത്തിൽ KR ജയൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് A രാജ MLA മുഖ്യപ്രഭാഷണം നടത്തി. LDF നേതാക്കളായ KM ഷാജി, ജയ മധു, MM മാത്യു, കോയ അമ്പാട്ട്, TP വർഗീസ് എന്നിവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ പൊതുയോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റ് വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആശുപത്രിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള പുതിയ ബ്ലോക്കിലാണ് ഡയാലിസിസ് യൂണിറ്റിനായി സ്ഥലം ക്രമീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനായി സൗകര്യം ക്രമീകരിച്ചാൽ സാധാരണക്കാരായ രോഗികൾക്ക് ആശ്വാസകരമാകും. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റ് വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആശുപത്രിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള പുതിയ ബ്ലോക്കിലാണ് ഡയാലിസിസ് യൂണിറ്റിനായി സ്ഥലം ക്രമീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്.
ഈ കെട്ടിടത്തിന്റെ മുകൾ നിലയിലാകും ഡയാലിസിസ് സെന്റർ സജ്ജമാക്കുക. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത്. അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് സൗജന്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയാലിസിസ് യൂണിറ്റ് അനുവദിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടു. പക്ഷേ ഇതുവരെ നടപടി ഇഴയുന്നൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ആളുകൾ പണം മുടക്കി, ഇല്ലാത്ത ആളുകൾ വിറ്റും പിറക്കുകയൊക്കെയാണ് ആളുകൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ 3-4 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ശരിക്കും ഇപ്പോൾ തൽക്കാലം അടിമാലിയിലെ സ്വകാര്യ ഹോസ്പിറ്റലുകളിലാണ് ഇത് ചെയ്യുന്നത്. ഓരോ മാസവും 1000-ന് മുകളിൽ ഡയാലിസിസ് പേഷ്യൻസാണ് അടിമാലി മേഖലയിൽ മാത്രമുള്ളത്. ഇടുക്കി ജില്ലയിൽ വ്യാപകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് അടിമാലി മേഖല എന്ന് പറയുന്നത് തോട്ടമേഖല അടക്കമുള്ള നിരവധി ആദിവാസി കുടികൾ അടക്കമുള്ള സ്ഥലമാണ്. അവരുടെയൊക്കെ ആശ്രയം എന്ന് പറയുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയാണ്. വലിയ പ്രതീക്ഷയാണ് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കെട്ടിട സമുച്ചയം എല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ അവിടെ ടാങ്ക് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള താമസമാണെന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത്രത്തോളം വർഷങ്ങളായിട്ടും ഈ ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് ഈ ഹൈറേഞ്ച് മേഖലയിലുള്ള ആളുകളുള്ള ഒരു അവഗണനയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനായി സൗകര്യം ക്രമീകരിച്ചാൽ സാധാരണക്കാരായ രോഗികൾക്ക് അത് ആശ്വാസമാകും. നിലവിൽ രോഗികളിൽ പലരും സ്വകാര്യ സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് സജ്ജീകരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പുതിയ ബ്ലോക്കിൽ കെട്ടിടത്തിന്റെ ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ അവസാനിക്കാത്തതാണ് സെന്റർ തുടങ്ങുവാൻ നേരിടുന്ന കാലതാമസമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, അടിമാലി. അടിമാലി ക്ലബ്ബും ഷൈൻ സ്റ്റോർ അക്കാദമിയും ചേർന്ന് അടിമാലിയിൽ കുട്ടികൾക്കായി നടത്തുന്ന നീന്തൽ പരിശീലന പരിപാടിയുടെ ഭാഗമായി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്. അടിമാലി വിവേകാനന്ദ സ്കൂൾ മാനേജർ ടി ശ്രീകാന്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ലഭ്യമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്തുണ നൽകിയാണ് അടിമാലി ക്ലബ്ബും ഷൈൻ സ്റ്റാർ അക്കാദമിയും ചേർന്ന് അടിമാലിയിൽ കുട്ടികൾക്കായി നീന്തൽ പരിശീലനം നടത്തിവരുന്നത്. അടിമാലി ക്ലബിന്റെ സ്വിമ്മിംഗ് പൂളിലാണ് കുട്ടികൾക്കായി പരിശീലനം നൽകുന്നത്. നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ 95 കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. അടിമാലി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് KV പീറ്റർ കാക്കനാട്ട് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ബാബു ജോർജ്, ക്ലബ്ബ് സെക്രട്ടറി ജേക്കബ് പോൾ പുല്ലൻ, ട്രഷറർ മനോജ് എന്നിവർ സംസാരിച്ചു. സാമൂഹിക പ്രതിബദ്ധത എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും പരസ്യങ്ങളിലുപരി അത് കാണപ്പെടാൻ സാധിക്കാറുമില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ ആ പറയുന്ന കാഴ്ചപ്പാടുകൾ ഇന്നത്തെ ഈ സ്റ്റേജിലിരിക്കുന്ന ഇതിൻ്റെ സാരഥികൾ വളരെയധികം മാറ്റി. പുതിയതായി നീന്തൽ പരിശീലനത്തിനെത്തിയ കുട്ടികൾക്ക് വിനോസൻ ജേക്കബ് ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. കഴിഞ്ഞ 30ഓളം വർഷങ്ങൾക്കിടെ നടന്ന പാർലമെന്റ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ചർച്ച ചെയ്യപ്പെടുകയും നിരവധി വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ടാക്കുകയും ചെയ്ത ഒന്നാണ് ശബരി റെയിൽ പദ്ധതി. ഇത്തവണയെങ്കിലും സ്ഥാനാർത്ഥികൾ പദ്ധതിയോടുള്ള തങ്ങളുടെ നയം വ്യക്തമാക്കണമെന്നും ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ ശബരി റെയിൽ യാഥാർത്ഥ്യമാക്കണമെന്നുമാണ് പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയവർ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട എന്നീ 4 ജില്ലകളിലെ മലയോര മേഖലകളിലൂടെ കടന്നുപോകുന്ന ശബരി റെയിൽവേ ലൈനിന് 111 കിലോമീറ്ററാണ് നീളം. ഇതിനുള്ളിൽ 14 സ്റ്റേഷനുകളും വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലേക്കുള്ള ആദ്യ റെയിൽപാതയുമാണ് ഇത്. എന്നാൽ പദ്ധതിയുടെ പ്രവർത്തനം ഇപ്പോഴും പ്രഖ്യാപിച്ചെടുത്ത് തന്നെ നിൽക്കുകയാണ്. ഒരാളെ ഒരു കേസിൽ ശിക്ഷിച്ച് അയാളെ ജീവപര്യന്തം ശിക്ഷിച്ചാൽ 12 കൊല്ലം ശിക്ഷയുള്ളൂ. ഈ ശബരിപാതയുടെ പേരിൽ, കല്ലിട്ടതിൻ്റെ പേരിൽ ജീവിതാവസാനം വരെ അനേകം ആളുകൾ കണ്ണീര് കുടിക്കേണ്ട ഒരവസ്ഥ ഇന്ന് നിലവിലുണ്ട്. കേരള, കേന്ദ്ര, സംസ്ഥാന സർക്കാരുകൾ ഇതറിയണം. ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട കാലഘട്ടം കഴിഞ്ഞു. അനേകം സ്ത്രീകളുടെ കാര്യം ഞാൻ ഈ പറഞ്ഞത് സത്യമാണ്. അന്വേഷിച്ചാൽ എല്ലായിടത്തും അറിയാവുന്നൊരു കാര്യമാണ്. ഇടിഞ്ഞു പൊളിയുന്ന വീടുകളും വിൽക്കാൻ 1 സെൻറ്റിന് 15-20 ലക്ഷം രൂപ കിട്ടുന്ന സ്ഥലം 1 ലക്ഷം രൂപയ്ക്ക് പോലും വാങ്ങാൻ ധൈര്യമില്ലാതെ ഈ കല്ല് കിടക്കുന്നത് കൊണ്ട് മാത്രം ഭൂമി കച്ചവടം നടക്കാതെ അനേകം പേര് മാറുന്നുണ്ട്. മാത്രമല്ല, ഒരു കൃഷി, ഒരു ചെറിയ തന്നാണ്ട് കൃഷി അല്ലാതെ ഒരു റബ്ബർ പോലെ ദീർഘകാല കൃഷി പോലും ഇതിനകത്ത് ചെയ്യാൻ കഴിയാതെ ആളുകൾ ഇന്ന് വരും നാളെ വരും എന്നുള്ള ഭയം കൊണ്ട് അതുപോലും കഴിയാതെ അനേകം പേര് അനേകം നാളുകളായി 30 വർഷം 35 വർഷമായിട്ട് നരകയാതന അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും അടുത്ത കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇതിന് മുൻകൈയെടുത്ത് ഈ മധ്യ കേരളത്തിൻ്റെ വികസനം നടക്കാൻ ശബരിപാത പ്രാവർത്തികമാക്കണം എന്നാണ് ശബരി റെയിൽവേ സംരക്ഷണ സമിതിയുടെ പേരിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഭൂമിയാണെന്ന് കല്ലുകൾ സ്ഥാപിച്ചു തരാതെ അത് ഏറ്റെടുക്കുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല.
കേന്ദ്ര ബജറ്റുകളിൽ കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടും പദ്ധതി ഒരടി പോലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടില്ല. പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയവർ അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതമാണ്. അങ്കമാലി ശബരി റെയിൽപാത തുടങ്ങി പബ്ലിഷ് ചെയ്തിട്ട് 25-26 കൊല്ലത്തോളമായി. ഇതിൻ്റെ ആളുകൾക്ക് ഉപകാരം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ ഇതുവരെ ഒരു ഗവൺമെൻറ്റുകളും, ഇടതുപക്ഷമാണേലും വലതുപക്ഷമാണേലും ആരും ഇന്ന് വരെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇതിനു മുമ്പുണ്ടായിരുന്ന MP-മാരൊക്കെ പലരും ഇതിനു വേണ്ടി ശ്രമിക്കുകയും പറയുകയൊക്കെ ചെയ്തെന്നുള്ളതല്ലാതെ ഇന്ന് വരെ സ്ഥലം ഏറ്റെടുക്കുകയോ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുകയോ ചെയ്തിട്ടില്ല. ഈ സ്ഥലം ഏറ്റെടുക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് ബാങ്കിൽ ലോൺ വെക്കാനോ അല്ലെങ്കിൽ ഇത് വിൽക്കാനോ, മാർക്കറ്റ് വാല്യൂ 4 ലക്ഷം സെൻറ്റിനുള്ളിടത്ത് 2 ലക്ഷം രൂപയ്ക്ക് പോലും ഇത് വിൽക്കാൻ പറ്റാതെ വരുന്നത്. പിന്നെ ഒരു ബാങ്കിൽ ലോൺ വെച്ചിട്ട് ഒരു പൈസ എടുത്തിട്ട് കാര്യങ്ങൾ നടത്താം, പിള്ളേരെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ 5 സഹോദരങ്ങളെ ആ സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ള വീതം അവർക്ക് കൊടുക്കാനോ, അവർക്ക് സ്ഥലം വെച്ച് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. കെട്ടിച്ചു വിട്ട പെൺമക്കൾക്കൊക്കെ സ്ഥലം കിട്ടിയിട്ട് പറഞ്ഞ് വല്ല കാര്യമുണ്ടോ? അവർക്ക് ആ പൈസ കിട്ടിയെന്ന് അവരുടെ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിനോ അവരുടെ പിള്ളേരുടെ കല്യാണത്തിനോ മറ്റോ ആരെങ്കിലും ഉപയോഗിക്കാം. അതിനൊന്നും പറ്റാതെ ഈ 26 കൊല്ലമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കയറയിലെന്നും പറഞ്ഞുകൊണ്ട് ഈ തള്ളിലല്ലാതെ ഒരു കാര്യം ഇന്ന് വരെ നടക്കുന്നില്ല. ഇപ്പോൾ ഏത് MP ആണേലും, ഇപ്പോഴത്തെ MP ആണെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. അതിന് മുമ്പിലത്തെ MP ഒരു ജാഥ നയിച്ചു. PT തോമസ് MP ആയിരുന്ന സമയത്ത് ശക്തമായ സമരം നടത്തിയിരുന്നു. ഇപ്പോൾ ഇതൊന്നുമില്ല. ആർക്കും വേണ്ടാതെ അനാഥ പിള്ളേരെ പോലെയാണ് ഞങ്ങൾ ഈ ശബരിപാതയുടെ സ്ഥലം പോകുന്നവരെല്ലാവരും. കേസ് കൊടുത്തപ്പം സ്ഥലം ഏറ്റെടുത്തോളാമെന്നും കിബിയിൽ നിന്ന് നടപ്പിലാക്കിക്കോളാമെന്നും പറയുകയും കോടതിയിൽ അഫിഡാവിറ്റ് കൊടുക്കുകയും ചെയ്തിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 3 മാസമായിട്ടിരിക്കുന്ന ഫയൽ ഇതുവരെ 3550 കോടി രൂപയുടെ ഈ ഫയൽ ഇന്ന് വരെ ഞങ്ങൾ ബാക്കി സ്ഥലം അക്വയർ ചെയ്ത് തന്നോളാം എന്ന് ഇതുവരെ പറയുന്നില്ല. ഈ സാഹചര്യത്തിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്ത് വേണം എന്ന് ചിന്തിച്ചാൽ അത് ഞങ്ങളുടെ കഷ്ടപ്പാടും ദുരിതവും കൊണ്ട് പറയുന്നതല്ലാതെ നമുക്കൊരു രാഷ്ട്രീയം ഉണ്ടായിട്ട് പറയുന്നതല്ല. ശബരി റെയിൽ പദ്ധതി ഉപേക്ഷിച്ചെന്നോ ഇല്ലെന്നോ ഉള്ള പ്രഖ്യാപനമെങ്കിലും നടത്തണമെന്നാണ് ആയിരക്കണക്കിന് ആളുകളുടെ അപേക്ഷ. പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനമെങ്കിൽ ഭൂമി ഏറ്റെടുത്ത നഷ്ടപരിഹാരം നൽകണം. ഉപേക്ഷിച്ചെങ്കിൽ അളന്നു തിരിച്ച ഭൂമി തിരികെ തരണം. ഇതിലേതെങ്കിലും ഒരു തീരുമാനം വരുന്ന കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പുതിയതായി ആരംഭിക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും ഈസ്റ്റർ ഈദ് വിഷു സൗഹൃദ സായാഹ്നവും പെരുമ്പാവൂരിൽ നടന്നു. എൽദോസ് കുന്നപ്പള്ളി MLA സുരക്ഷാ പദ്ധതിയും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ ഈസ്റ്റർ ഈദ് വിഷു സൗഹൃദ സായാഹ്നവും ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പുതുതായി ആരംഭിക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും ഈസ്റ്റർ ഈദ് വിഷു സൗഹൃദ സായാഹ്നവും പെരുമ്പാവൂരിൽ അപ്പൂസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. എൽദോസ് കുന്നപ്പള്ളി MLA സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ രംഗത്തുള്ള ചെറുകിട ഹോട്ടൽ ഉടമകളും ആയിട്ടുള്ള ആളുകൾ, അവരുടെ കൂടെയുള്ള ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, പെട്ടെന്ന് മരണം സംഭവിച്ചാൽ അവർക്ക് പെട്ടെന്നൊരു 10 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു സുരക്ഷാ പദ്ധതിക്ക് ഇവർ അംഗീകാരം നൽകി നടപ്പിലാക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. ഇപ്പോൾ കേരളത്തിലെ 10-60,000-ഓളം വരുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റും ഹോട്ടലും നടത്തുന്ന ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള പ്രതിസന്ധികളിൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. തീർത്തും ഞാൻ ഇതിനെ അഭിനന്ദിക്കുന്നു. ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ച് ഇങ്ങനൊരു വലിയ കാരുണ്യ പ്രവർത്തനം നടത്തുന്നത് മറ്റു സംഘടനകൾക്ക് കൂടി മാതൃകയാണ്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ ഈസ്റ്റർ ഈദ് വിഷു സൗഹൃദ സായാഹ്നം ഉദ്ഘാടനം ചെയ്തു. ഒരു വ്യാപാര സംഘടന കേരളത്തിൽ ആദ്യമായിട്ട് സ്വന്തം തൊഴിലാളികളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കുടുംബ സുരക്ഷാ പദ്ധതിയാണ് KHRA സുരക്ഷാ പദ്ധതി. KHRA അംഗങ്ങൾ, ജീവിത പങ്കാളി, പാർട്ട്നേഴ്സ്, അതുപോലെ തന്നെ തൊഴിലാളികൾ, ഇവരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, ഈ പദ്ധതിയിൽ ചേരുന്ന ഏതെങ്കിലും ഒരു അംഗം മരണപ്പെട്ടാൽ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് KHRA സുരക്ഷാ പദ്ധതി. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ജില്ലാതല ഉദ്ഘാടനത്തിന് ശേഷം ഇന്ന് പെരുമ്പാവൂർ യൂണിറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. പെരുമ്പാവൂർ യൂണിറ്റ് പ്രസിഡന്റ് KE നൌഷാദ് അധ്യക്ഷത വഹിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് NC മോഹനൻ, KHRA ജില്ലാ പ്രസിഡന്റ് TJ മനോഹരൻ, ജില്ലാ സെക്രട്ടറി KT റഹീം, നഗരസഭാ കൗൺസിലർ T. ജവഹർ എന്നിവർ മതസൗഹാർദ്ദ സന്ദേശം നൽകി. ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആർദ്രതയുടെയും കരുണയുടെയും അംശങ്ങളുള്ള, അതിൻ്റെ എല്ലാം ഉള്ളടക്കമുള്ള ആഘോഷങ്ങളെ ഒരുമിച്ച് ഒരു വേദിയിൽ സംഘടിപ്പിക്കാൻ തയ്യാറായ, എല്ലാവരെയും ഒരുമിച്ച് ഒരേ വേദിയിലേക്ക് കൊണ്ടുവരാൻ തയ്യാറായ KHRAയുടെ എല്ലാ സാരഥികളെയും എല്ലാ കുടുംബാംഗങ്ങളെയും നിറഞ്ഞ മനസ്സോടുകൂടി അഭിനന്ദിക്കുന്നു.
KHRA സുരക്ഷാ സബ് കമ്മിറ്റി ചെയർമാൻ VT ഹരിഹരൻ സുരക്ഷാ പദ്ധതി വിശദീകരണം നടത്തി. സുരക്ഷാ പദ്ധതിയിൽ അംഗമായിട്ടുള്ള വ്യക്തി മരണപ്പെട്ടാൽ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനമായി നൽകും. 2 വർഷത്തിനകം ഈ പദ്ധതിയിലൂടെ അർഹരായവർക്ക് മറ്റ് ചികിത്സാ സഹായങ്ങളും നൽകും. സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ്, ജില്ലാ ട്രഷറർ TK അനിൽ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് K പാർത്ഥസാരഥി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുശീല, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AM അബ്ദുൾ അസീസ്, NA ലുക്മാൻ, പെരുമ്പാവൂർ യൂണിറ്റ് രക്ഷാധികാരി ശ്രീകുമാർ P, യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് KM ഉമ്മർ, ജീവകാരുണ്യ കമ്മിറ്റി ചെയർമാൻ K റൌഫ്, മെമ്പർഷിപ്പ് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാൻ സലീം ഫാറൂഖി തുടങ്ങിയവർ പ്രസംഗിച്ചു. പെരുമ്പാവൂർ യൂണിറ്റ് സെക്രട്ടറി KB ശശി സ്വാഗതവും യൂണിറ്റ് ട്രഷറർ ബെന്നി പോൾ നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. 1 മാസത്തോളം വീട്ടുകാരെ ഭീതിയിലാക്കിയ മരപ്പെട്ടിയെ പിടികൂടി വനത്തിൽ വിട്ടു. കോതമംഗലം താലൂക്കിലെ വാരപ്പെട്ടി, കാവുംപടി, ഇളംകുളത്ത് മന, മുടനാട്ട് ദിനേശിന്റെ വീട്ടിലായിരുന്നു കുറച്ചുനാളായി മരപ്പെട്ടിയുടെ ശല്യം നേരിട്ടത്. പകൽ തിരിഞ്ഞാൽ കാണാനാകാത്ത മരപ്പെട്ടി രാത്രിയാകുന്നതോടെ ശല്യമാകുകയാണ് പതിവ്. രാത്രികാലങ്ങളിൽ മരപ്പെട്ടിയുടെ ശല്യം രൂക്ഷമായതോടെ വീട്ടുകാർ മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ വിവരമറിയിച്ചു. ഇതേ തുടർന്ന് മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ടോമി അരഞ്ഞാണിയുടെ നിർദ്ദേശപ്രകാരം SFO ദിനേശ്, BFO ശരത്, വാച്ചർ ജീമോൻ എന്നിവർ ചേർന്ന് രാത്രി സാഹസികമായി മരപ്പെട്ടിയെ പിടികൂടി വനത്തിൽ തുറന്നുവിട്ടു. പിടിച്ച് പയ്യെ ഇറങ്ങിക്കോ, നീ ഇറങ്ങിക്കോ. കൈ നോക്കണം, കൈ നോക്കണം. നീ കെട്ടിക്കഴിഞ്ഞിട്ട് കൈപ്പെടുത്താവുള്ള ടൈറ്റ് ചെയ്തോട്ടെ. ടൈറ്റ് ചെയ്ത് തന്നെ ഇടാം. കരിമണ്ണൂർ പന്നൂരിൽ നിന്നും കാണാതായ മധ്യവയസ്കനെ വീടിന് സമീപത്തെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ചീനിക്കുഴി സ്വദേശി പാലപ്പറമ്പിൽ ബിജുവിനെ ഏപ്രിൽ 12 മുതൽ കാണാതായതാണ്. പന്നൂരുള്ള ബന്ധുവീട്ടിൽ നിന്നാണ് കാണാതാകുന്നത്. ഇയാൾ അന്ന് രാത്രിയിൽ മൂത്രമൊഴിക്കാനെന്ന് പറഞ്ഞ് വീടിന് പുറത്തിറങ്ങി. തുടർന്ന് കാണാതാവുകയായിരുന്നു. കരിമണ്ണൂർ പന്നൂരിൽ നിന്നും കാണാതായ മധ്യവയസ്കനെ വീടിന് സമീപത്തെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ചീനിക്കുഴി സ്വദേശി പാലപ്പറമ്പിൽ ബിജുവിനെയാണ് ഏപ്രിൽ 12 മുതൽ കാണാതായത്. പന്നൂരുള്ള ബന്ധുവീട്ടിൽ നിന്നാണ് കാണാതാകുന്നത്. കരിമണ്ണൂർ പോലീസ് മാൻ മിസ്സിംഗ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് ഇയാളെ വീടിന് അടുത്തുള്ള വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരിമണ്ണൂർ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അയച്ചു. ഭാര്യ ലിസ, മക്കൾ അലക്സ്, ബിജു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. തൊടുപുഴയിൽ വീട്ടിൽ നിന്നും വോട്ട് ഹോം വോട്ടിംഗ് ആരംഭിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാരും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരും അവരവരുടെ വീടുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന പദ്ധതിയാണ് ഇത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാരും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരും അവരവരുടെ വീടുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന വീട്ടിൽ നിന്നും വോട്ടിന് തുടക്കമായി. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട്, കോതമംഗലം, മൂവാറ്റുപുഴ നിയോജക മണ്ഡലങ്ങളിലായി ആകെ 7852 വോട്ടുകളാണ് വീടുകളിൽ രേഖപ്പെടുത്താനുള്ളത്. ഇതിനായി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 100 ടീമുകളെയാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിയോഗിച്ചിട്ടുള്ളത്. 2 പോളിംഗ് ഓഫീസർമാർ, മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ, പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവർ ഉൾപ്പെടുന്നതാണ് ഒരു ടീം. ബൂത്ത് ലെവൽ ഓഫീസർമാരും സംഘത്തെ അനുഗമിക്കും. വോട്ടിംഗ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും സംഘത്തോടൊപ്പം നടപടിക്രമങ്ങൾ വീക്ഷിക്കാവുന്നതാണ്. വോട്ടിംഗിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടാത്ത വിധത്തിൽ വോട്ടിംഗ് നടപടികൾ ഫോട്ടോ, വീഡിയോ എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യും. പോസ്റ്റൽ ബാലറ്റ് രൂപത്തിൽ സീൽ ചെയ്യപ്പെട്ട 7 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടുകൾ അതത് ദിവസം തന്നെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിലെ സ്ട്രോങ് റൂമിൽ എത്തിച്ചാകും സൂക്ഷിക്കുക. ഏപ്രിൽ 19 വരെ ആകെ 6 ദിവസങ്ങളിലായാണ് വീട്ടിൽ നിന്നും വോട്ട് സൗകര്യം ഇടുക്കി മണ്ഡലത്തിൽ ഉണ്ടാവുക. ഈ ദിവസങ്ങളിൽ പട്ടികയിലുള്ള ഏതെങ്കിലും വോട്ടറെ സന്ദർശിക്കാൻ സാധിക്കാതെ വന്നാൽ 20 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ ഒരിക്കൽ കൂടി ഭവന സന്ദർശനം നടത്തുന്നതാണ്. ഹോം വോട്ടിങ്ങിനുള്ള അപേക്ഷ അംഗീകരിച്ചവർക്ക് യാതൊരു കാരണവശാലും 26-ന് നടക്കുന്ന വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുന്നതിന് സാധിക്കുന്നതല്ല. വോട്ടിങ്ങിനായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന തീയതിയും സമയവും മുൻകൂട്ടി SMS വഴിയും ഇതിന് സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേനയും വോട്ടർമാരെ അറിയിക്കും. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിന് കോമ്പയാറിൽ തുടക്കമായി. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VN മോഹനൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വർഗീസ് തോമസ് അധ്യക്ഷത വഹിച്ചു. തൂക്കുപാലത്ത് ഉടുമ്പൻചോല മണ്ഡല പര്യടനം സമാപിച്ചു. സമാപന സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു.
LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് കോമ്പയാറിൽ തുടക്കമായി. ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളെ ഇടുക്കി ജനതയ്ക്കൊപ്പം നിന്നാണ് MP എന്ന പദവി ഉപയോഗിച്ച് നേരിട്ടതെന്ന് ജോയിസ് ജോർജ് പറഞ്ഞു. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VN മോഹനൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് M മണ്ഡലം സെക്രട്ടറി വർഗീസ് തോമസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബൂത്ത് സെക്രട്ടറി തോമസ് വർഗീസ് സ്വാഗതം പറഞ്ഞു. LDF നേതാക്കളായ VK ധനപാൽ, KS മോഹനൻ, KR സോദരൻ, TM ജോൺ, രമേശ് കൃഷ്ണൻ, NK ഗോപിനാഥൻ, VC അനിൽ, KG ഓമനക്കുട്ടൻ, CK കൃഷ്ണൻ, തമ്പി സുകുമാരൻ, സുരേഷ് പള്ളിയാടി, PM ആന്റണി, അജീഷ് മുതുകുന്നേൽ, ജിൽസൺ വർക്കി, സിബി കിഴക്കേമുറി, രാജു ഇല്ലത്ത്, സിബി മൂലേപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. പുഷ്പകണ്ഠം, വെസ്റ്റ്പാറ, ബാലൻപിള്ള സിറ്റി എന്നിവിടങ്ങളിൽ മികച്ച സ്വീകരണം ഏറ്റുവാങ്ങി തൂക്കുപാലത്ത് ഉടുമ്പൻചോല മണ്ഡല പര്യടനം സമാപിച്ചു. സമാപന സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 10 വർഷത്തെ BJP ഭരണത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യമായി ഇന്ത്യ മാറിയെന്ന് ഫോറം ഫോർ ഡെമോക്രസി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭൂനിയമ ഭേദഗതി ബില്ലിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ഇടുക്കി ജനത തിരിച്ചറിയണമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റ് വേഗത്തിൽ യാഥാർത്ഥ്യമാകണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൊടുപുഴയിൽ വീട്ടിൽ നിന്നും വോട്ട് ഹോം വോട്ടിംഗ് ആരംഭിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാരും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരും അവരവരുടെ വീട്ടുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന പദ്ധതിയാണ് ഇത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.